ഇന്ന് നമുക്ക് ബൈബിൾ ക്ലാസ് തുടങ്ങാം. നമുക്ക് ആരംഭത്തിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഇന്ന് നമുക്ക് ഒന്ന് കണ്ണുകൾ അടച്ചിട്ടുണ്ടല്ലോ, നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കണമേ. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ വഴക്ക് പറയാറുണ്ടോ? നിങ്ങളെ ചിലപ്പോഴൊക്കെ ദേഷ്യപ്പെടാറുണ്ടോ? പക്ഷെ എന്നാലും അവർക്കൊരു ബുദ്ധിമുട്ട്, മനസ്സിന് വേദന വരുന്ന പോലെ നമ്മൾ കുസൃതി കാണിക്കാറുണ്ടോ? അങ്ങനെ ചില പിള്ളേരുണ്ടല്ലേ, ചില മക്കളെ ഓർത്ത് മാതാപിതാക്കന്മാരെ വേദനിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഈശോയുടെ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ പേരൻസിൻ്റെ, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് നൽകണമേ എന്ന് നമുക്ക് ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം. അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കാരണം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം അതാ. നമുക്കൊന്ന് കണ്ണുകളടച്ചൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ മാതാപിതാക്കന്മാരെ മനസ്സിലോർത്തേ, നിങ്ങളുടെ പപ്പായെയും മമ്മിയെയും മനസ്സിലോർത്തേ. എല്ലാവരും കൈകൾ കൂപ്പി നിങ്ങളുടെ പപ്പായെയും മമ്മിയെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. അവരെ അനുഗ്രഹിക്കണമേ. പപ്പായ്ക്കും മമ്മിക്കും ആരോഗ്യം നൽകണമേ. പപ്പായ്ക്കും മമ്മിക്കും ആയുസ് നൽകണമേ. എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും പപ്പായെയും മമ്മിയെയും കാത്ത് സംരക്ഷിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. നാം നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവരെയും അനുഗ്രഹിക്കും, നമ്മെ അനുഗ്രഹിക്കും. നല്ല ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ കൈകൾ കൂപ്പി നിൽക്കുന്ന മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ അങ്ങ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണമേ. അവരുടെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം, അവരുടെ ആഗ്രഹം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് ആ അനുഗ്രഹം സ്വന്തമാക്കുവാൻ വേണ്ട വലിയ കൃപ അങ്ങ് ഈ മക്കൾക്ക് നൽകണമേ. നമുക്കൊന്നു ചേർന്ന് സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദാരിദ്ര്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൽപ്പത്തി പുസ്തകം 27-ാമത്തെ അധ്യായത്തിൽ അബ്രാഹത്തിൻ്റെ മകനായ യിസ്ഹാക്ക് തൻ്റെ പുത്രനായ യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. അത് നമുക്കിന്ന് പഠിക്കാം. ഈ യാക്കോബിന് ഒരു ചേട്ടൻ കൂടി ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ ചേട്ടൻ്റെ പേരാണ് ഏസാവ്. സത്യത്തിൽ അബ്രാഹത്തിൻ്റെ മകൻ ഇസഹാക്ക്, ഇസഹാക്കിൻ്റെ മക്കളാണ് ഏസാവും യാക്കോബും. അപ്പം മൂത്ത പുത്രനാണ് അന്നത്തെ പാരമ്പര്യം അനുസരിച്ച് പിതാക്കന്മാർ അനുഗ്രഹം നൽകുന്നത്. അപ്പോൾ ഇസഹാക്ക് ഇങ്ങനെ വയസ്സായി കണ്ണൊന്നും കാണത്തില്ല, ഏതാണ്ട് മരിക്കും എന്ന് ഉറപ്പായി. അങ്ങനെ ഇസഹാക്ക് കണ്ണൊന്നും കാണാൻ പാടില്ലാതെ ഇങ്ങനെ തപ്പിയാണ് ജീവിക്കുന്നത്. മരിക്കാറായ സമയത്ത് ഇസഹാക്കിന് മനസ്സിലായി, ഇനി എനിക്ക് അധികം ദിവസമൊന്നുമില്ല, എൻ്റെ അനുഗ്രഹം എൻ്റെ മക്കൾക്ക് കൊടുക്കാറായിട്ടുണ്ട്, അടുത്ത തലമുറയ്ക്ക് കൈമാറാറായിട്ടുണ്ട്. മൂത്ത മകൻ ആരാ? ഏസാവ്. ഇസഹാക്ക് ഏസാവിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മകനെ, നീ നായാട്ടിറച്ചി കൊണ്ടുവന്നല്ലേ എനിക്ക് ഇതുവരെ തന്നുകൊണ്ടിരുന്നേ. നീ നിൻ്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് വയലിലേക്ക് പോയി നല്ല നായാട്ടിറച്ചി കൊണ്ടുവാ. എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ നീ എന്നെ പാകം ചെയ്യുന്നുണ്ട്, അതുപോലെ ഇന്നും എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ നല്ല രുചികരമായിട്ട് അതൊന്ന് പാകം ചെയ്തുകൊണ്ട് വാ. അത് ഭക്ഷിച്ചിട്ട് മരിക്കും മുമ്പേ എനിക്ക് നിന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എൻ്റെ പിതാക്കന്മാരുടെ അനുഗ്രഹം, എനിക്ക് കിട്ടിയ അനുഗ്രഹം നിനക്ക് തരാനുണ്ട്. അതുകൊണ്ട് നീ അമ്പും വില്ലുമൊക്കെ എടുത്ത് അങ്ങ് വയലിലേക്ക് പോ, ഞാൻ മരിക്കാറായി. അതുകൊണ്ട് അത് പാകം ചെയ്ത് കൊണ്ടുവന്ന് എൻ്റെ അനുഗ്രഹം നിനക്ക് ഞാൻ തരട്ടെ എന്ന് പറഞ്ഞു. ഏസാവ് ആയിക്കോട്ടെന്നും പറഞ്ഞ് അമ്പും വില്ലുമൊക്കെ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഈ ഇസഹാക്ക് ഏസാവിനോട് ഈ പറയുന്ന ഈ കാര്യം റബേക്ക പാത്തു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം റബേക്കയ്ക്ക് മനസ്സിലായി, ഇപ്പം എന്തു ചെയ്യും? ഏസാവ് നായാട്ടിറച്ചി ഉണ്ടാക്കി നന്നായിട്ട് പാകം ചെയ്ത് അപ്പൻ്റെ അടുക്കൽ കൊണ്ടുവരും, അപ്പൻ ഇത് കഴിക്കും, അപ്പൻ എന്നിട്ട് അവനെ അനുഗ്രഹിക്കും. റബേക്കയ്ക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടം ആരോടായിരുന്നു? യാക്കോബിനോടായിരുന്നു. യാക്കോബിനെ വേഗം വിളിച്ചു, എൻ്റെ മകനെ യാക്കോബേ, നീ എവിടെയാ? ഓടി വാ. എന്താ? യാക്കോബ് ഓടി വന്നു. എന്താ അമ്മ, എന്നാ പറ്റിയേ? ഈ സംഭവം എല്ലാം റബേക്ക മകൻ യാക്കോബിനോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു,
നീ ഒരു കാര്യം ചെയ്യ, നമ്മുടെ ആട്ടിൻകൂട്ടല്ലേ, ഇവന് നായാട്ടി ഇറച്ചി കൊണ്ടുവരാൻ അറിയാവോ? അമ്പം മില്ലി എടുത്ത് നായാട്ടിറച്ചി കൊണ്ടുവരാനൊന്നും ആർക്കറിയത്തില്ല? യാക്കോബിന് അറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്യുക, ആ ആട്ടിൻ പറ്റത്തിൽ നിന്ന് 2 ആട്ടിനെ പിടിച്ചോണ്ട് പോവാ, നല്ല ആടിനെ നോക്കി പിടിച്ചോണ്ട് പോവാ, എന്നിട്ട് അത് കൊന്ന് ആ ഇറച്ചി ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാനത് നന്നായിട്ട് നിന്റെ പിതാവിന് ഇഷ്ടപ്പെട്ട രീതിയിൽ ഞാനത് പാകം ചെയ്ത് നിനക്ക് തരാം. നീ അത് കൊണ്ട് പിതാവിനങ്ങ് കൊടുക്ക്, എന്നിട്ട് നിന്നെ അനുഗ്രഹം വാങ്ങിച്ചോളൂ. ഞാൻ പറഞ്ഞു, അയ്യോ ഇതന്നെ പറയണത്, എൻ്റെ ജ്യേഷ്ഠൻ കൈ നിറച്ച് രോമമുള്ളവനാ, എൻ്റെ കൈകളെല്ലാം നല്ല മിനുസമുള്ളതാ, പിതാവ് എന്നെ തൊട്ട് നോക്കിയില്ല, കണ്ണ് കാണത്തില്ലേലും തൊടുമ്പോൾ അറിയത്തില്ലേ, ഞാനാണ് എൻ്റെ പിതാവിനെ കബളിപ്പിച്ചെന്നറിഞ്ഞാൽ അനുഗ്രഹം തരുന്നതിന് പകരം ശാപം തരുകയല്ലേ എനിക്ക്. എൻ്റെ അമ്മയെ വേണ്ട, ഞാൻ പോകുന്നില്ല. എൻ്റെ പൊന്നു മകനെ, നീ സമയം കളയാതെ ഇങ്ങനെയൊന്നും പറയാതെ നീ പോയി കൊണ്ടുപോവാ, ഞാൻ അതെല്ലാം ശരിയാക്കി തരാം എന്നും പറഞ്ഞ് ഈ റബേക്ക യാക്കോബിനെ നിർബന്ധിച്ചു. യാക്കോബ് പിന്നെ വേഗം പോയി ആടിനെ കൊന്ന് ആട്ടിറച്ചി കൊണ്ടുവന്ന് അമ്മയുടെ കൊടുത്തു. അമ്മ അപ്പോഴത്തേനും വേഗം എല്ലാം പാകം ചെയ്ത് വേഗം നല്ലപോലെ നല്ല രുചികരമായിട്ട് പാകം ചെയ്ത് ആരുടെ കൈ കൊണ്ട് കൊടുത്തു? യാക്കോബിൻ്റെ കൈ കൊണ്ട് കൊടുത്തു. എന്നിട്ട് നോക്കപ്പം യാക്കോബിൻ്റെ കൈയെല്ലാം നല്ല മിനുസല്ലേ, ഇത് തൊട്ട് നോക്കുമ്പോൾ അറിയത്തില്ലേ. ഏസാവിൻ്റെ നല്ലൊരു കുപ്പായം ഉണ്ടായിരുന്നു, പുതിയ കുപ്പായം. ആ കുപ്പായം അങ്ങോട്ട് എടുത്ത് അങ്ങ് ഇടിയിപ്പിച്ചു. എന്ന് പറഞ്ഞു, നീ ഇത് ഇട്ടോ. അത് കഴിഞ്ഞ് തന്നെ അവൻ്റെ ഇവിടെ എല്ലാം ആടിൻ്റെ തോല് കൊണ്ട് നല്ലപോലെ എല്ലാം ഉറപ്പിച്ചു വെച്ചു, കൈകാലുകളും കഴുത്തും എല്ലാം മൂടി. അപ്പം ഇങ്ങനെ പിതാവ് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മനസ്സിലാകത്തില്ല. അങ്ങനെ നീ കൊണ്ട കൊടുത്തോളാൻ പറഞ്ഞു. യാക്കോബ് ഇതെല്ലാം കുറച്ചിട്ട്, പിതാവേ സ്വരം കേട്ടപ്പം ഇസഹാക്കിനൊരു സംശയം, മകനെ അതാരാ? ഞാൻ അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ്, മകനെ അടുത്തു വരിക. യാക്കോബ് ഇതെല്ലാം ആയിട്ട് അടുത്ത് ചെന്നു. അപ്പോൾ പറഞ്ഞു, സ്വരം കേട്ടിട്ട് യാക്കോബിൻ്റെ സ്വരം പോലെയാ, നീ ഇങ്ങ് അടുത്ത് വന്നേ. ഇങ്ങോട്ട് കയ്യിലെല്ലാം പിടിച്ചു നോക്കി, രോമമൊക്കെ ഉണ്ട്. വീണ്ടും ചോദിച്ചു, നീ സത്യമായിട്ട് നീ പറ, നീ ആരാ? അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവ്. പിന്നെ ആ കൈ പിടിച്ച് പതുക്കെ മണത്ത് നോക്കി. ഇവൻ ആരുടെ കുപ്പായ ഇട്ടിരിക്കുന്നേ? ഏസാവ് വയലിൽ പോയി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്ന ആ വേർപ്പും ആ ഏസാവിൻ്റെ മണമുള്ള കുപ്പായല്ലേ. അപ്പം ഇസഹാക്ക് ഇങ്ങനെ മണത്ത് നോക്കിയിട്ട് പറയാ, സ്വരം യാക്കോബിൻ്റെതാ, പക്ഷേ കൈകാലുകളും മണവും എല്ലാം ആരുടേതാണ്? ഏസാവിന്. എന്നിട്ട് പറയാ, മണത്ത് നോക്കിയിട്ട് പറയാം, ഇപ്പം എനിക്ക് മനസ്സിലായി, ഇതാരാണ്? ഏസാവ് തന്നെയാ. കാരണം കർത്താവ് കനിഞ്ഞ് നൽകിയ വയലിൻ്റെ മണമാണ് എൻ്റെ കടിഞ്ഞൂൽ പുത്രനുള്ളത്. കർത്താവ് കനിഞ്ഞ് നൽകിയ വയലിൻ്റെ മണമാണ്. അപ്പം തിരിച്ചറിഞ്ഞു. പറഞ്ഞു, നീ പാകം ചെയ്ത ഭക്ഷണം കൊണ്ടുപോവാ. ഇവൻ ഈ അമ്മ ഉണ്ടാക്കി കൊടുത്തതെല്ലാം കൂടെ കൊണ്ട് കൊടുത്തു. പിതാവ് ഇതെല്ലാം കഴിച്ചു, ഇസഹാക്ക് ഇത് കഴിച്ച് തൃപ്തനായി. എന്ന് പറഞ്ഞ്, മകനെ അങ്ങ് അടുത്തു പോവാ. എന്നിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് ചുംബിച്ചേ. അപ്പോഴും അവസാനം അനുഗ്രഹം കൊടുക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു. മകനെ, നീ ഒന്ന് അടുത്ത് വന്ന് എന്നെ ഒന്ന് ചുംബിച്ചേ. അവൻ ചുംബിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ നോക്കി, മണം എല്ലാം ശരിയാ, കൈകാലുകളും എല്ലാം മണം എല്ലാം ഉണ്ട്. മനസ്സിലായി, ഇത് ആര് തന്നെയാണെന്ന് തോന്നി? ഏസാവ് തന്നെയാണെന്ന് തോന്നി. ഏസാവിന് കൊടുക്കേണ്ട അനുഗ്രഹം കൊടുത്തു. നീ ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും നിനക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ, ധാന്യവും വീഞ്ഞും നിനക്ക് ധാരാളമായിട്ടുണ്ടാകട്ടെ, നിന്റെ സഹോദരന്മാർ നിനക്ക് ദാസ്യവൃത്തി ചെയ്യട്ടെ, നിന്റെ അമ്മയുടെ പുത്രന്മാർ നിനക്ക് ദാസന്മാരാകട്ടെ. എല്ലാ അനുഗ്രഹവും ആർക്ക് നൽകി? യാക്കോബിന് നൽകി. യാക്കോബിന് അനുഗ്രഹങ്ങളെല്ലാം കിട്ടി. അമ്മയുടെ പുത്രന്മാർ ദാസന്മാരായിരിക്കും, ധാന്യവും ഫലപുഷ്ടിയും, ഇവൻ എന്ത് ചെയ്താലും അതെല്ലാം നന്നായിട്ട് ഉണ്ടാകും. അതുപോലെ എല്ലാ അനുഗ്രഹവും മേടിച്ചുകൊണ്ട് യാക്കോബ് അവിടുന്ന് സ്ഥലം കാലിയാക്കി പോയി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ നായാട്ടിറച്ചി കൊണ്ടുവന്ന് അത് സ്വന്തമായിട്ട് പാകം ചെയ്ത് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് വിളിച്ചു, പിതാവേ, എൻ്റെ നായാട്ടിറച്ചി ഭക്ഷിച്ചാലും ഞാൻ അങ്ങേക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പാകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നും പറഞ്ഞ് ആരാ കയറി വന്നത്? ഏസാവ്. അപ്പോൾ ചോദിച്ചു, മകനെ, നീ ആരാ? അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവ്. അങ്ങ് പറഞ്ഞതുപോലെ ഞാൻ പാകം ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്, ഇത് കഴിച്ചിട്ട് എന്നെ അങ്ങ് അനുഗ്രഹിച്ചേരെ.
ഓ, ഇസഹാക്ക് കിടന്ന് വിറയ്ക്കാൻ തുടങ്ങി. അനുഗ്രഹം മുഴുവൻ ആർക്ക് കൊടുത്തു? അപ്പൊ ചോദിക്കാം, മകനെ, നിനക്ക് മുമ്പേ നായാട്ടിറച്ചിയുമായിട്ട് എൻ്റെ അടുക്ക് വന്ന ആരാ? ഞാൻ അവനെ അനുഗ്രഹിച്ചു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം ഞാൻ കഴിച്ചു. ഞാൻ തൃപ്തിയായിട്ട് ഞാൻ അവനെ അനുഗ്രഹിച്ചു പോയി. ഈ എൻ്റെ അനുജൻ യാക്കോബ്, അവൻ ഇവിടെ എന്നെ പറ്റിച്ചോ? വർഷങ്ങൾക്ക് മുമ്പ് അവൻ പായസം നൽകി എൻ്റെ കടിഞ്ഞൂലവകാശം അവൻ സ്വന്തമാക്കി. ഇന്നിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. പിതാവേ, എന്നെ അനുഗ്രഹിക്കാനില്ലേ? അപ്പൊ പറഞ്ഞു, മകനെ, ഇസഹാക്ക് പേടിച്ചിട്ട് വിഷമിച്ചിട്ട് സങ്കടപ്പെട്ടിട്ട് വിറയ്ക്കുക. എന്നിട്ട് പറയുക, ഞാൻ ഇനി നിനക്ക് എന്താ ചെയ്യുക? ഞാൻ അവന് ആകാശത്തിൻ്റെ മഞ്ഞും ഭൂമിയുടെ ഫലപുഷ്ടിയും ധാന്യവും എല്ലാം കൊടുത്ത് അവനെ സമ്പന്നനാക്കി. തന്നെയുമല്ല, അവൻ്റെ അമ്മയുടെ പുത്രന്മാരെ അവന് ദാസന്മാരുമാക്കി. ഇനിയും എൻ്റെ പൊന്നു മകനെ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നിനക്ക് വേണ്ടി? അപ്പോൾ ഏസാവൊക്കെ അരഞ്ഞ് മുട്ടുകുത്തി ചോദിക്കുക, പിതാവേ, ഒരു വരമേ അങ്ങയുടെ കയ്യിലുള്ളോ? ഒരു വരമേ ഉള്ളോ? എനിക്ക് ഒന്നുമില്ലേ? അപ്പോഴും പറയാ, നീ വാളുകൊണ്ടേ ജീവിക്കൂ. നിനക്കിനി ഞാൻ എല്ലാ അനുഗ്രഹവും അവന് കൊടുത്തുപോയി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം എത്ര വലുതാ. ചിലപ്പോൾ ഞാൻ ഒത്തിരി സമയത്തൊക്കെ ഓർത്തു പോയിട്ടുണ്ട്, മാതാപിതാക്കന്മാരെ അനുസരിക്കാതെ അവരെ വേദനിപ്പിക്കുന്ന മക്കളൊക്കെ കാണുമ്പോൾ ഞാൻ ഓർക്കും, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ വില ഇവരെന്തേ മനസ്സിലാക്കാത്തതെന്ന്. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹത്തിൻ്റെ വില മനസ്സിലാക്കുന്നവർ അവരുടെ ഹിതമനുസരിച്ച് ജീവിക്കാനും അവർ പറയുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാനും അങ്ങനെ ദൈവത്തിന് ഇഷ്ടപ്പെട്ട മക്കളായിട്ട് വളരാനായിട്ടും ശ്രമിക്കും. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വളരെ വലുതല്ലേ? വലുതല്ലേ? നിങ്ങൾക്ക് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വേണ്ടേ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക കൂടി ചെയ്യണ്ടേ? അല്ലേ? അവർ പറയുന്നതല്ല അനുസരിച്ച് ജീവിക്കണ്ടേ? അപ്പൊ നമുക്ക് ഇന്ന് ഈ ബൈബിൾ ക്ലാസ് പഠിക്കുമ്പോൾ യാക്കോബിൻ്റെ അനുഗ്രഹം ലഭിച്ചു മാതാപിതാക്കന്മാരുടെ. അങ്ങനെ യാക്കോബ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. തലമുറ ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, യാക്കോബിൻ്റെയും ദൈവമേ എന്ന്. കണ്ടോ, ആ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം കിട്ടിയപ്പോൾ, അവന് മൂത്ത പുത്രസ്ഥാനം കിട്ടിയപ്പോൾ അവന് തലമുറകളായിട്ട് ഇന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇസഹാക്ക് യാക്കോബിനെ അനുഗ്രഹിക്കുന്ന ഭാഗം നമുക്കൊരു സ്കിറ്റായിട്ട് കളിച്ചുകൂടെ? എന്റെ മകനെ, എനിക്ക് വയസ്സായി. എന്നാണു ഞാൻ മരിക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. നിന്റെ ആയുധങ്ങളായ അമ്പും വില്ലുമെടുത്ത് വയലിലേക്ക് പോവുക. കുറെ നായാട്ടിറച്ചി എനിക്കായി എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ പാകം ചെയ്ത് എന്റെ മുമ്പിൽ വിളമ്പുക. അത് ഭക്ഷിച്ചിട്ട് മരിക്കും മുമ്പേ നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രനായ ഈ ഏസാവ് അങ്ങയുടെ ആഗ്രഹം നിറവേറ്റും. അങ്ങേക്ക് ഇഷ്ടപ്പെട്ട നായാട്ടിറച്ചി ഞാൻ കൊണ്ടുവരാം. എന്റെ ആയുധങ്ങളായ അമ്പും വില്ലും എടുത്ത് ഞാൻ വയലിൽ പോയി വരാം. ശരി, നീ പോയി വരൂ. എനിക്ക് വല്ലാത്ത ക്ഷീണം. ഞാനൊന്ന് വിശ്രമിക്കട്ടെ. യാക്കോബേ, ഇവരിത് എവിടെ
മകനെ. നിന്റെ പിതാവ് നിന്റെ സഹോദരനായ ഏസാവിനോട് നായാട്ടിറച്ചി കൊണ്ടുവന്ന് എന്റെ മുൻപിൽ വിളമ്പുക, അത് ഭക്ഷിച്ച ശേഷം ദൈവത്തിന്റെ മുൻപിൽ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് മകനെ, നീ ഇപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കുക. പോയി ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല 2 ആട്ടിൻകുട്ടികളെ എടുത്തുകൊണ്ട് വരിക. ഞാനത് എന്റെ അപ്പൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിൽ രുചികരമായി പാകം ചെയ്തു തരാം. വേഗം പോയി ആട്ടിൻകുട്ടികളെ എടുത്തുകൊണ്ട് വരിക. ഏസാവ് ശരീരമാകെ രോമമുള്ളവനാണ്. എന്റെ ദേഹം മിനുസമുള്ളതും പിതാവ് എന്നെ തൊട്ടു നോക്കുകയും ഞാൻ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ അനുഗ്രഹത്തിന് പകരം ശാപമായിരിക്കില്ല എനിക്ക് ലഭിക്കുക. ആ ശാപം എന്റെ മേലായിരിക്കട്ടെ. എന്റെ മകനെ, നീ ഞാൻ പറയുന്നത് കേൾക്കുക. പോയി അവയെ എടുത്തുകൊണ്ട് വരിക. ശരി അമ്മേ, ഞാൻ കൊണ്ടുവരാം. അമ്മേ, ഇതാ ഇറച്ചി. മകനെ, ഞാനിത് രുചികരമായി പാകം ചെയ്തു തരാം. നീ ഇവിടെ നിൽക്ക്. യാക്കോബേ, ഇത് ഏസാവിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രങ്ങളാണ്. നീ ഇത് ധരിക്കുക. നിന്റെ കൈകളും കഴുത്തിലെ മിനുസമുള്ള ഭാഗങ്ങളും മൂടുക. ഇതാ ഞാൻ പാകം ചെയ്ത ഏറ്റവും രുചികരവുമായ അപ്പവും മാംസവും. നീ ഇത് പിതാവിന്റെ അടുക്കൽ കൊണ്ടുചെല്ലണം. അപ്പോൾ അദ്ദേഹം നിന്നെ ദൈവത്തിന്റെ തിരുമുൻപിൽ അനുഗ്രഹിക്കും. സംശയിക്കണ്ട, വേഗം ചെല്ലൂ. എന്റെ പിതാവേ, ഇതാ ഞാൻ. നീ ആരാണ് മകനെ? അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. എഴുന്നേറ്റ് ഇത് ഭക്ഷിച്ച് എന്നെ അനുഗ്രഹിച്ചാലും. നിനക്കിത് ഇത്രയും വേഗം എവിടുന്ന് കിട്ടേ? ദൈവമായ കർത്താവ് ഇതിനെ എന്റെ മുൻപിൽ കൊണ്ടുവന്നു. അടുത്തു വരിക മകനെ, നിന്നെ ഞാൻ തൊട്ടറിയട്ടെ. കൈകൾ ഏസാവിന്റെയും സ്വരം യാക്കോബിന്റെയും. സത്യമായും നീ എന്റെ മകൻ ഏസാവ് തന്നെയാണോ? അതെ. നായാട്ടിറച്ചി കൊണ്ടുവരിക മകനെ, അത് തിന്നിട്ട് നിന്നെ ഞാൻ അനുഗ്രഹിക്കട്ടെ. തൃപ്തിയായി. നല്ല രുചി. നിന്റെ മണം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. കർത്താവ് കനിഞ്ഞനുഗ്രഹിച്ച വയലിന്റെ മണമാണ് നിന്റേത്. ഇതാ ഞാൻ. എന്റെ അനുഗ്രഹം നിനക്ക് ഞാൻ നൽകുന്നു. ആകാശത്തിന്റെ മഞ്ഞും
ഭൂമിയുടെ ഫലപുഷ്ടിയും ദൈവം നിനക്ക് നൽകട്ടെ. ധാന്യവും വീഞ്ഞും സമൃദ്ധമായി നിനക്കുണ്ടാകട്ടെ. രാജ്യങ്ങൾ നിന്റെ മുമ്പിൽ തലകുണിക്കട്ടെ. ജനതകൾ നിനക്ക് സേവ ചെയ്യട്ടെ. നിന്റെ സഹോദരങ്ങൾക്ക് നീ നാഥനായിരിക്കുക. നിന്റെ അമ്മയുടെ പുത്രമാ നിനക്ക് ദാസ്യവർത്തി ചെയ്യട്ടെ. പിതാവേ, അങ്ങേക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഞാൻ തയ്യാറാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. എഴുന്നേറ്റ് അങ്ങയുടെ മകനെ നായാട്ടിറച്ചി ഭക്ഷിച്ച് അനുഗ്രഹിച്ചാലും. നീ ആരാണ് മകനെ? അങ്ങയുടെ കടിഞ്ഞൂൽ പുത്രൻ ഏസാവാണ് ഞാൻ. നിനക്ക് മുമ്പേ നായാട്ടിറച്ചിയുമായി എന്റെ മുമ്പിൽ വന്നത് ആരാണ്? അത് ഞാൻ ഭക്ഷിക്കുകയും അവനെ അനുഗ്രഹിക്കുകയും ചെയ്തല്ലോ. അവൻ അനുഗ്രഹീതനായിരിക്കും. പിതാവേ, എന്നെ അനുഗ്രഹിക്കുക. നിന്റെ സഹോദരൻ എന്നെ കബളിപ്പിച്ച് നിനക്കുള്ള വരം എന്നിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നു. വെറുതെയാണോ അവനെ യാക്കോബ് എന്ന് വിളിക്കുന്നത്? 2 തവണ അവൻ എന്നെ ചതിച്ചു. എന്റെ കടിഞ്ഞൂൽ അവകാശം അവൻ എന്നിൽ നിന്ന് കരസ്ഥമാക്കി. ഇപ്പോഴിതാ എനിക്കുള്ള അനുഗ്രഹവും അവൻ തട്ടിയെടുത്തിരിക്കുന്നു. പിതാവേ, ഒരു വരം പോലും അങ്ങ് എനിക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടില്ലേ? ധാന്യവും വീഞ്ഞും കൊണ്ട് ഞാൻ അവനെ ധന്യനാക്കി. നിന്നെ ഞാൻ അവന് ദാസനാക്കി. ഇതിൽ കൂടുതൽ എന്താണ് മകനെ നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ കഴിയുക? പിതാവേ, ഒരു വരമേ അങ്ങേ പക്കലുള്ളോ? എന്നെ അനുഗ്രഹിക്കുക. ആകാശത്തിന്റെ മഞ്ഞിൽ നിന്നും ഭൂമിയുടെ ഫലപുഷ്ടിയിൽ നിന്നും നീ അകന്നിരിക്കും. വാളുകൊണ്ട് നീ ജീവിക്കും. എന്നാൽ നീ സ്വതന്ത്രനാകുമ്പോൾ ആ മുഖം നീ തകർത്തു കളയും. സ്കിറ്റ് ഇഷ്ടമായ നിങ്ങക്ക്? ഇഷ്ടമായി. അതെ, ആരാ അനുഗ്രഹം മേടിച്ചത്? ആരാ അനുഗ്രഹം കൊടുത്തത്? യിസ്ഹാക്ക്. ആർക്ക് കൊടുത്തു അനുഗ്രഹം? ആരായിരുന്നു മൂത്ത മകൻ? പക്ഷെ ഏസാവിനാണ് അനുഗ്രഹം കിട്ടിയത്. ആർക്കാ കിട്ടിയത്? യാക്കോബിന്. നിങ്ങൾ ദൈവകൽപ്പനകൾ പഠിച്ചിട്ടുണ്ടോ? 4-ാമത്തെ കൽപ്പന എന്നതാ? മാതാപിതാക്കളെ ബഹുമാനിച്ചാണോ നമ്മൾ ജീവിക്കുന്നേ? അതെയോ? മാതാപിതാക്കളെ ബഹുമാനിച്ച് ജീവിച്ചാൽ അവരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കും. അങ്ങനെ മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എവിടെ പോയാലും എന്ത് ചെയ്താലും അതെല്ലാം വിജയപ്രദമായിട്ട് വരികയും ചെയ്യും. ദൈവം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കും. കാരണം കാണപ്പെടുന്ന ദൈവമാണ് നമ്മുടെ മാതാപിതാക്കള്, അല്ലേ? അപ്പൊ മാതാപിതാക്കളെ അനുസരിക്കുന്നവർ ആരെയാണ് അനുസരിക്കുന്നത്? ദൈവത്തെയാണ് അനുസരിക്കുന്നത്. ഞാനൊരു ചെറിയ പ്രാർത്ഥന ഒന്ന് ചൊല്ലിത്തരാം. ആ പ്രാർത്ഥന നമുക്കൊന്ന് ആദ്യമേ ഒന്ന് ചൊല്ലാം. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാം. എൻ്റെ ഈശോയെ, എൻ്റെ നല്ല ഈശോയെ, എൻ്റെ പപ്പായെയും എൻ്റെ മമ്മിയെയും കാത്തുകൊള്ളണമേ, അനുഗ്രഹിക്കണമേ. നിങ്ങൾ ഇങ്ങനെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? നമ്മൾ പള്ളി കുർബാനയ്ക്ക് പോകില്ലേ? എൻ്റെ പപ്പായെ മമ്മിയെ അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടോ? നമുക്ക് മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം വേണമെങ്കിൽ അവരല്ലേ നമുക്ക് ആവശ്യമായ ഉടുപ്പും പഠിക്കാൻ ആവശ്യമായ പുസ്തകവും ബുക്കും എല്ലാം വാങ്ങിത്തരുന്നത്. അവരാർക്ക് വേണ്ടിയാ ജോലി ചെയ്യുന്നത്? നമ്മൾ ഭക്ഷണം കഴിച്ച് വയറ് നിറഞ്ഞാലല്ലേ അവര് വല്ലതും കഴിക്കുള്ളൂ. നിങ്ങളൊന്ന് നോക്കിയേ, രാവിലെ മുതൽ നിങ്ങളുടെ മമ്മിയാണോ നിങ്ങളാണോ രാവിലെ എണീക്കുന്നത്? ആദ്യം എണീക്കുന്നേ അമ്മ എണീറ്റിട്ട് എന്താ ചെയ്യണേ? എന്താ ചെയ്യുന്നേ? ഉറക്കെ പറഞ്ഞേ. ആർക്ക് വേണ്ടി?
അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യും? കഞ്ഞി വെക്കും, കറി വെക്കും, അല്ലേ? ഇത് ആർക്ക് വേണ്ടിയാ? നമുക്ക് വേണ്ടിയിട്ടാ, അല്ലേ? നിങ്ങളെ സ്കൂളിൽ വിടണം, അതിനുവേണ്ടി എല്ലാം ഒരുങ്ങണം. ചില അമ്മച്ചിമാർ 4 മണിക്കേ എണീക്കും. ദൈവഭക്തിയുള്ള അമ്മമാരാണെങ്കിൽ 4 മണിക്ക് എണീറ്റ് എല്ലാം റെഡിയാക്കി 5:30 ആകുമ്പോൾ മക്കളെ വിളിച്ചുണർത്തി പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ച് പാകം ചെയ്ത ഭക്ഷണം എല്ലാം തന്ന് നമ്മളെ സ്കൂളിലേക്ക് വിടും. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെടുന്നത്, നമുക്ക് വേണ്ടി പകൽ കഷ്ടപ്പെടുന്ന നമ്മുടെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ഇപ്പം ചെയ്യാവുന്ന ഒന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ലേ? ഇപ്പം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? വലുതാവുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യണം, ശരിയല്ലേ? ഇപ്പം അവർ നമുക്ക് വേണ്ടി ജോലി ചെയ്യും. വലുതാവുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി ജോലി ചെയ്യണം, അവരെ സംരക്ഷിക്കണം. അപ്പം മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം നമുക്ക് വേണം. പക്ഷെ ഇപ്പം നമുക്കതിന് ചെയ്യേണ്ടത് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് വലിയൊരു തിരിച്ചറിവാണ്, അല്ലേ? നമുക്ക് നമ്മുടെ മാതാപിതാക്കന്മാരെ എല്ലാ ദിവസവും സമർപ്പിച്ച് അവരുടെ ആരോഗ്യത്തിന് വേണ്ടി, അവരുടെ ആയുസ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പം അങ്ങനെ വീട്ടിൽ ഒരു സമാധാനം കിട്ടണം. ഏതെങ്കിലും തരത്തിൽ വീട്ടിൽ സമാധാനം ഇല്ലെങ്കിൽ, പപ്പായും മമ്മിയും തമ്മിൽ വഴക്കോ, അതല്ലെങ്കിൽ നമുക്ക് അവരെ അനുസരിക്കാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ നമുക്ക് തോന്നും ഇപ്പം നമ്മുടെ പപ്പ പറയുന്നത് അനുസരിക്കാൻ പാടാണ്, നമ്മുടെ മമ്മി പറയുന്നത് അനുസരിക്കാൻ പാടാ, അങ്ങനെയൊക്കെ തോന്നിയാൽ നമ്മൾ അവരെ സമർപ്പിച്ച് അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ അവർ പറയുന്നത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. ഇന്ന് നമ്മൾ ബൈബിൾ പഠിച്ചു, ബൈബിൾ സ്കിറ്റ് കണ്ടു. ഇതിൽ നിന്നെല്ലാം ഒരു കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകാനായിട്ട്, സമാധാനം ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ നമ്മൾ അറിയാവുന്ന കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, അല്ലേ? നമ്മളെല്ലാവരും ഒന്ന് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമ്മൾ പഠിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു, കഥ കേട്ടു, സ്കിറ്റ് കണ്ടു, ഇതെല്ലാം നമ്മൾ കേട്ടു. ഇനി നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. എൻ്റെ ഈശോയെ, എൻ്റെ നല്ല ഈശോയെ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എൻ്റെ മാതാപിതാക്കന്മാരെ ഓർത്ത് അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ ഈശോയെ, അങ്ങ് ജ്ഞാനത്തിലും പ്രായത്തിലും വളർന്നു വന്നതുപോലെ എന്നെയും അങ്ങയുടെ കൊച്ചുമകനായി കൊച്ചുമകളായി വളർത്തണമേ. മാതാപിതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ഞങ്ങളെ വളർത്തണമേ. അവരെ അനുസരിക്കുവാൻ ആവശ്യമായ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നമുക്കൊന്ന് ചേർന്ന് കൈകൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാം ഈശോയെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.